ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ വിക്ടോറിയസിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് എന്തൊക്കെയാണ് വ്യത്യാസം, നമ്മൾ എന്താണ് എടുക്കേണ്ടത്, ഗ്രാൻഡ് വിറ്റാര ആണോ അതോ വിക്ടോറിയസ് ആണോ എന്നുള്ളതൊക്കെയാണ്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നതും ഇത് തന്നെയാണ്. എന്തൊക്കെ ഫീച്ചേഴ്സിന് ഡിഫറൻസ് ആണ് കറക്റ്റായിട്ട് വരുന്നത്, അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഈ രണ്ട് വണ്ടികൾ തമ്മിലുണ്ടോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എന്തായാലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാമെന്ന് ഞാൻ പറയുന്നു. ആദ്യം തന്നെ നമുക്ക് എന്തായാലും ഡയമെൻഷൻസ് വെച്ച് തുടങ്ങാം. കാരണം ഗ്രാൻഡ് വിറ്റാരയേക്കാൾ ഒരു ഇത്തിരി കൂടെ വലുതാണ് വിക്ടോറിയസ് എന്ന് പൊതുവെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. എത്രത്തോളം വലുതാണ് എന്നുള്ളത് അറിയില്ലല്ലോ. സോ ഗ്രാൻഡ് വിറ്റാരയുടെ ലെങ്ത് വരുന്നത് 4345 മില്ലിമീറ്റേഴ്സും വിക്ടോറിയസിന് 4360 മില്ലിമീറ്റേഴ്സും ആണ്. 15 മില്ലിമീറ്റേഴ്സ് വിക്ടോറിയസിന് ലെങ്ത് കൂടിയിട്ടുണ്ട്. അത് അത്ര വലിയ വ്യത്യാസമൊന്നുമല്ല. ബാക്കിൽ ഓവർഹാങ് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത്രയും വ്യത്യാസമുള്ളൂ. ഹൈറൈഡറിന് ആക്ച്വലി ഇതിനേക്കാൾ 5 മില്ലിമീറ്റേഴ്സ് വിട്ട് കൂടുതലാണ് വിക്ടോറിയസിനേക്കാൾ. അത് 4365 മില്ലിമീറ്റേഴ്സ് ആണ്. സോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ ചെറുതാണ് വിക്ടോറിയസ് എന്ന് പറയാം. ഇനി വിഡ്ത്ത് നമുക്ക് സെയിം ആണ് കിട്ടുന്നത്, 1795 മില്ലിമീറ്റേഴ്സ്. ഹൈറ്റ് വിക്ടോറിയസിനൊക്കെ 20 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ്. വീൽ ബേസും രണ്ട് വാഹനങ്ങളുടെ സെയിം ആണ്, 2600 മില്ലിമീറ്റേഴ്സ്. അത് പിന്നെ ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഹൈറൈഡറും ഇതും അതുപോലെ ഗ്രാൻഡ് വിറ്റാരയെല്ലാം ബേസിക്കലി ഇത് ഗ്രാൻഡ് വിറ്റാര തന്നെയാണ്. അതിൻ്റെ അകത്ത് ചെറിയ കുറച്ച് ഡയമെൻഷൻസിൽ അവിടെ ഇവിടെയും വ്യത്യാസം വന്നു എന്നുള്ളത് മാത്രമേ എക്സ്റ്റീരിയറിലുള്ളൂ. പിന്നെ ഡെഫിനറ്റ്ലി ഡിസൈൻ ഒരു വലിയ വ്യത്യാസമാണ്. അതിപ്പം എത്രത്തോളം ആൾക്കാരെ ബാധിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ വിക്ടോറിയസിൻ്റെ ഡിസൈൻ ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും, ഗ്രാൻഡ് വിറ്റാരയുടെ ഡിസൈൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. രണ്ടിനും ഓരോരോ പേഴ്സണൽ ടേസ്റ്റ് ആണല്ലോ. ഏതായാലും നമുക്ക് ഇനി എന്തൊക്കെ ഫീച്ചേഴ്സാണ് വിക്ടോറിയസിൽ ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് നോക്കാം. കാരണം ഇതിപ്പോൾ പുതിയ വന്നൊരു വണ്ടിയാണല്ലോ, അപ്പോൾ ഡെഫിനറ്റ്ലി ഫീച്ചേഴ്സ് അവർക്ക് കൂട്ടണം. എക്സ്റ്റീരിയറിൽ നമുക്ക് ആകെപ്പാടൊരു വ്യത്യാസം വരുന്നുള്ളൂ, അതാണ് LED പ്രൊജക്ടർ ഫോഗ് ലൈറ്റ്സ്. നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിൽ ഫോഗ് ലൈറ്റ്സേ കിട്ടുന്നില്ല. LED ലൈറ്റ്സ് ഒക്കെയാണ്, അതിൻ്റെ DRLs ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്ന ഫോഗ് ലൈറ്റ്സ് LED ആണ്. അത് ഫോഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുമുണ്ട്. പിന്നെ കണക്റ്റഡ് DRLs വരെ നമുക്ക് മുകളിൽ ഫ്രണ്ടിലായിട്ടും കിട്ടുന്നുണ്ട്. മറ്റേ കണക്റ്റഡ് അല്ല, സാധാരണ DRLs ആണ്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ മറ്റതിൻ്റെ അകത്ത് 9-inch സ്ക്രീൻ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് തന്നെ അലക്സ സപ്പോർട്ട് വന്നിട്ടുണ്ട്, അത് മറ്റേതിലില്ല. പിന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതൊക്കെ കോമൺ ആണ്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിലുള്ള ലേഔട്ടൊക്കെ ആണെങ്കിലും മറ്റതിലും കുറച്ചും കൂടെ വലുതാണ്. അതായത് സ്ക്രീൻ സൈസ് ഉറപ്പായിട്ടും ഇതിനകത്ത് കൂടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ 35+ ഇൻബിൾട്ട് ആപ്സ് ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ടെന്ന് സുസുക്കി പറയുന്നുണ്ട്. പിന്നെ സുസുക്കി കണക്റ്റിൽ 60+ ഫീച്ചേഴ്സ് ഈ വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാറിയിരിക്കുന്ന മറ്റൊരു സാധനമാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ. കുറേ കാലമായി ഇവരൊരു സെയിം അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും പിന്നെ ഹൈബ്രിഡ് വണ്ടികളിൽ ടൊയോട്ടയുടേതായിട്ടുള്ള ഒരു 7-inch സ്ക്രീനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ അത് മാറി പുതിയൊരു 10.1 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ളൊരു യൂണിറ്റ് ആണ്. അതിൻ്റെ UI ഒക്കെ ആണെങ്കിലും കുറച്ച് ഇലക്ട്രിക് വണ്ടികളൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ഒരു തീമാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് തന്നെയായിരിക്കും പെട്രോൾ വണ്ടികളും വരുന്നത്. UIയിൽ മൊത്തത്തിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ചേഞ്ച് വന്നിരിക്കുന്ന സ്പീക്കേഴ്സിൻ്റെ കാര്യത്തിലാണ്. സാധാരണ ഇവർ 6 സ്പീക്കർ സിസ്റ്റം ഒക്കെയാണ് കൊടുക്കാറുള്ളത്, ആർക്കമീസിൻ്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ. എന്തായാലും ഈ വണ്ടിയിൽ നമുക്ക് ഇൻഫിനിറ്റിയുടെ 8 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിക്കൽ ഓഡിയോ എക്സ്പീരിയൻസ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും സ്പീക്കേഴ്സിൻ്റെ എണ്ണം കൂട്ടി ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റം ആക്കി. സോ അതൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. ഇനി അടുത്തത് ഈ സെഗ്മെന്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചേഴ്സ് ആണ്, അതാണ് ഇലക്ട്രിക് പവർ ടെയിൽ ഗേറ്റ്. അതും ഗെസ്റ്റർ കൺട്രോൾ ഉണ്ട്, നമ്മൾ കാല് താഴ്ത്തിട്ടാട്ടുകയാണെങ്കിൽ തന്നെ തുറക്കും. അത് ഗ്രാൻഡ് വിറ്റാരയിലും നല്ല ഈ സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു കർവിൽ മാത്രമേ ഉള്ളെന്ന്. വേറെ വാഹനങ്ങളിലൊന്നും പൊതുവെ ഞാനങ്ങനെ ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ വിൻസർ EVL ഉണ്ട്, പക്ഷെ അതൊക്കെ ഇലക്ട്രിക് ആണ്. ഇനി ഇതൊരു ഫീച്ചറല്ല, പക്ഷേ ഒരു ഡിസൈൻ ചേഞ്ച് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. ഗ്രാൻഡ് വിറ്റാരയിൽ നമുക്ക് കുറേ കാലമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഫ്ലാറ്റ് ബോട്ടം അല്ലായിരുന്നു ഗ്രാൻഡ് വിറ്റാരയിലും, റൗണ്ട് സ്റ്റിയറിംഗ് തന്നെയായിരുന്നു. ഇതിൻ്റെ അകത്തും റൗണ്ട് സ്റ്റിയറിംഗ് തന്നെയാണ്, പക്ഷേ എൻ്റെ സൈഡിലത്തെ 2 സ്പോക്കിൻ്റെ ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. താഴത്തെ സ്പോക്കും അകത്തുനിന്ന് വരുന്ന പോലത്തെ ഒരു പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിതാണ് കുറച്ചും കൂടെ കാണാൻ ഇഷ്ടപ്പെട്ടത് ഗ്രാൻഡ് വിറ്റാര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗിൻ്റെ കാര്യത്തിൽ. പിന്നെ ഗ്രാൻഡ് വിറ്റാരയിൽ നമുക്ക് മോണോ കളറിലുള്ള ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ടായിരുന്നെന്ന് പറയുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് 64 കളേഴ്സ് അല്ല ആംബിയൻ ലൈറ്റിൻ്റെ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അഗെയിൻ വളരെ കൂടുതലാണ്. അതല്ല അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നല്ലതാണ്. ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്, ഡോർ പാഡ്സിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആംബിയൻ ലൈറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി മറ്റു കുറച്ച് വ്യത്യാസങ്ങൾ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ രണ്ടിലും സിംഗിൾ സോൺ AC തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ACയുടെ കൺട്രോൾ പാനൽ അവർ മാറ്റിയിട്ടുണ്ട്. സാധാരണ കൊടുക്കുന്ന പോലത്തെ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് മാത്രമല്ല, ചെറിയ റോട്ടറി നോബൊക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് 2 60 വാട്ട്സിൻ്റെ Type-C ഫാസ്റ്റ് ചാർജിങ് പോയിന്റ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. മറ്റിനകത്ത് ഫാസ്റ്റ് ചാർജിങ് പോയിന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഓവറോൾ ഇതിന് ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ പോലും അതിൻ്റെ അകത്തും ഇംപ്രൂവ്മെൻറ്റ്സ് വന്നതായിട്ട് പറയുന്നുണ്ട്. സോഫ്റ്റ്വെയർ മെറ്റീരിയൽസ് നമുക്ക് രണ്ടിലും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പക്ഷേ കളർ ഓപ്ഷൻസിൽ വ്യത്യാസമുണ്ട്. നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനും ഓൾ ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് ഈ വണ്ടിയിൽ കിട്ടുന്നത്. മറ്റിനകത്ത് ബ്രൗൺ ആൻഡ് ബ്ലാക്കും പിന്നെ ഓൾ ബ്ലാക്കും ആയിരുന്നു.
ഇനി അടുത്തൊരു വലിയ ചേഞ്ച് വന്നിരിക്കുന്നത് ഇതിനകത്ത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് 7+ ഫീച്ചേഴ്സ് ആണ് അവർ പറയുന്നത്. ലെവൽ 2 ആണ് ഇതിനകത്ത് വരുന്നത്. ഗ്രാൻഡ് വിറ്റാരയിൽ നമുക്ക് ഇതുവരെ എഡാസ് വന്നിട്ടില്ല. ഇൻഫാക്ട് സുസുക്കിയുടെ തന്നെ ആദ്യത്തെ എഡാസ് ഉള്ള വാഹനം ഇന്ത്യയിൽ വരുന്നത് ഈ വണ്ടിയാണ്. ഇനിയിപ്പോൾ അടുത്ത് ഈ വിറ്റാര വരുന്നതിലൊക്കെ എഡാസ് ഉണ്ടാവും. ഇനി അവർ ഇറക്കാൻ പോകുന്ന മിക്ക വണ്ടികളിലും എഡാസ് ഉണ്ടാവും. എക്സിസ്റ്റിംഗ് വണ്ടികളെ അത് അപ്ഡേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഒരു ഫേസ് ലിഫ്റ്റ് വഴിയല്ലോ. ഇത്രയൊക്കെയാണ് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ഗ്രാൻഡ് വിറ്റാരിൽ ഈ 2025 അപ്ഡേറ്റിൽ ആഡ് ചെയ്തതായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ 8-way ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് വന്നു. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വന്നു. അതൊക്കെ നമുക്ക് ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാരിൽ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഇല്ലായിരുന്നു. പിന്നെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ളതാണ്. കോമൺ ഫീച്ചേഴ്സ് ആണ് അതൊക്കെ. കോമൺ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പാനോറാമിക് സൺറൂഫ് ആയിക്കോട്ടെ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആയിക്കോട്ടെ, പിന്നെ നേരത്തെ പറഞ്ഞ വെന്റിലേറ്റഡ് സീറ്റ്സ്, അങ്ങനെ ഗ്രാൻഡ് വിറ്റാറിലുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ആയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഈവൻ 360 ക്യാമറ ആണെങ്കിൽ പോലും അതും രണ്ടിലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പക്ഷേ കുറച്ചും കൂടി വലിയ സ്ക്രീൻ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് കൂടുന്നുള്ളൂ. പക്ഷേ ക്ലാരിറ്റിയും സംഭവങ്ങളൊക്കെ സെയിം ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ക്ലാരിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത സേഫ്റ്റിയുടെ കാര്യത്തിലാണ്. ഫീച്ചേഴ്സൊക്കെ സേഫ്റ്റിയുടെ ഇതിൽ വരുന്ന എല്ലാം സെയിം ആണ് എഡാസ് ഒഴികെ. 6 എയർ ബാഗ്സ്, EBS, ABD, അതുപോലെ നമ്മുടെ വെഹിക്കിൾ ഡൈനാമിക് കൺട്രോൾ, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ, ESP, അതെല്ലാം രണ്ട് വാഹനങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഇത് വണ്ടി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഭാരത് എൻക്യാപ്പിൽ കൊണ്ട് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് വാങ്ങി ക്രാഷ് ടെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്. മറ്റേ വണ്ടി ക്രാഷ് ടെസ്റ്റ് ഇതുവരെ ചെയ്തിട്ടില്ല. പൊതുവേ സുസുക്കി ഈ ഒരു പരിപാടി ചെയ്യാത്തതാണ്. വണ്ടി ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് മഹീന്ദ്രയുടെയും ടാറ്റയുടെയും സ്ഥിരം പരിപാടിയാണ്. പക്ഷെ എന്തായാലും ഇപ്രാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്താലേ മാർക്കറ്റ് പിടിക്കാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സിൻ്റെ കേസ്. ഇനി അടുത്തൊരു വലിയ പോസിറ്റീവ് നമുക്ക് പറയാൻ പറ്റുന്നതിൻ്റെ CNG ടാങ്കിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അത് ഈ വണ്ടിയിലാണ് ആദ്യമായിട്ട് സുസുക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ടാറ്റയൊക്കെ ട്വിൻ സിലിണ്ടർ ടെക്നോളജിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഈ വണ്ടിയിൽ അവർ CNG ടാങ്ക് എടുത്ത് താഴത്ത് വെച്ച് കളഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ബൂട്ട് സ്പേസിൽ ഒരു കുറവും വരുന്നില്ല. സെയിം എന്താണോ പെട്രോൾ വണ്ടിയിൽ കിട്ടുന്നത് അത് തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. 378 ലിറ്റേഴ്സിനടുത്താണ് ഇതിനകത്ത് വരുന്ന ബൂട്ട് സ്പേസ്. പിന്നെ CNGയുടെ വേരിയൻസും കൂട്ടിയിട്ടുണ്ട്. ബേസ് മോഡൽ മുതൽ നമുക്ക് CNG കിട്ടുന്നുണ്ട്. മറ്റേ വണ്ടിയിൽ ആകെപ്പാടെ 2 വേരിയൻസിലുണ്ടായിരുന്നുള്ളൂ, CNG ഡെൽറ്റയിലും സീറ്റയിലും. ഈ വണ്ടിയിൽ അങ്ങനെയല്ല. ബേസ് മോഡൽ മുതൽ നമുക്ക് അങ്ങോട്ട് CNGയുടെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ചിലപ്പം ഈ ഒരു ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടും കൂടെ ആയിരിക്കാം. പിന്നെ മറ്റൊരു പ്ലസ് പോയിന്റ് കിട്ടുന്നത് ഒരുപാട് കളർ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഗ്രാൻഡ് വിറ്റാരിൽ അത്യാവശ്യം കളേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് മിസ്റ്റിക് ഗ്രീൻ, ഇറ്റേണൽ ബ്ലൂ തുടങ്ങി 2 പുതിയ കളർ ഓപ്ഷൻസും കൂടെ വന്നിട്ടുണ്ട്. മറ്റേതല്ല നെക്സാ ബ്ലൂ, ഇതിൻ്റെ അകത്ത് ഇറ്റേണൽ ബ്ലൂ, അത്രേ വ്യത്യാസമുള്ളൂ. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഡ്യുവൽ ടോൺ കളർ ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് 3 കിട്ടുന്നുണ്ട്. സോ ഓവറോൾ ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോഴും ഈ വണ്ടി കുറച്ചും കൂടെ ബെറ്റർ ആണ് എന്ന് പറയാം. ഇനി കുറച്ച് റാൻഡം പോയിന്റ്സ് പറയാനാണെങ്കിൽ ഈ വണ്ടി അരീന ഡീലർഷിപ്പ് വഴിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ആക്സസിബിൾ ആയിരിക്കും ആൾക്കാർക്ക്. നെക്സാ ഡീലർഷിപ്പ് അരീനയുടെ അത്രയും ബ്രോഡായിട്ട് എത്തിയിട്ടില്ല. എന്നാലും മിക്ക സ്ഥലങ്ങളിലുണ്ട്. സുസുക്കിയാണ് നമുക്കറിയാം, എല്ലായിടത്തും ഡീലർഷിപ്പും സർവീസ് സെൻറ്ററും ഒക്കെ ഉള്ളതാണ്. പക്ഷെ പൊതുവെ നെക്സ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അരീനയുടെ ആക്സസിബിലിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആണ്. പിന്നെ അരീന ഡീലർഷിപ്പ് വഴി വരുന്ന ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആണിത്. ഇതാണ് അവരുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രൊഡക്റ്റ്. നെക്സ വഴി നോക്കുമ്പോൾ ഇൻവിക്ടോ ഉണ്ട്, ഗ്രാൻഡ് വിറ്റാര ഉണ്ട്, അങ്ങനെ കുറേ വണ്ടികളുണ്ട്. പക്ഷേ അരീനയിൽ നോക്കുമ്പം ഇതിൻ്റെ താഴെ വരുന്ന തന്നെ XL6, എർട്ടിഗ, ബ്രസ അങ്ങനത്തെ വണ്ടികളൊക്കെയാണ്. സോ അങ്ങനെ നോക്കുമ്പോഴും ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് പറയാം. ഇനി അടുത്തൊരു പ്ലസ് പോയിന്റ് ഈ വണ്ടിയിൽ വരാൻ പോകുന്നത് പ്രൈസിൻ്റെ കാര്യത്തിലായിരിക്കും. അത് വളരെ ശരിയാണ്. 2 വണ്ടികൾ ഏകദേശം സെയിം ആണല്ലോ. ഇതിനകത്ത് ഫീച്ചേഴ്സും കൂടുതലാണ്. പിന്നെ എങ്ങനെ പ്രൈസ് കുറയും എന്നല്ലേ. ഈ വണ്ടി അരീന ഡീലർഷിപ്പ് വഴി വരുന്നതുകൊണ്ട് തന്നെ അവർ ഓൾമോസ്റ്റ് ഗ്രാൻഡ് വിറ്റാരയുടെ സെയിം പ്രൈസിൽ തന്നെയായിരിക്കും ഈ വണ്ടിയും വിൽക്കാൻ പോകുന്നത്. കാരണം രണ്ടും സെയിം പ്ലാറ്റ്ഫോം, രണ്ടും സെയിം സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിനിപ്പോൾ ഒരുപാട് വില കൂട്ടി വിറ്റ് കഴിഞ്ഞാൽ സംഭവം ശരിയാവില്ല. അതുകൊണ്ട് തന്നെ സെയിം വിലയിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളെല്ലാം എക്സാക്ട്ലി സെയിം ആണ്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ എഞ്ചിൻ ഓപ്ഷൻസ് ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്തും ഗ്രാൻഡ് വിറ്റാരിലും വരുന്ന പവർ ട്രെയിൻ എഞ്ചിൻ ഓപ്ഷൻസ് എല്ലാ സാധനങ്ങളും സെയിം ആണ്. നമുക്കൊരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് K15C തന്നെ എഞ്ചിൻ വരുന്നുണ്ട്. 5 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെ അകത്ത് കിട്ടുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓൾ ഗ്രിപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം സുസുക്കിയുടെ. സോ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. ടോപ്പ് 2 വേരിയൻസിലുള്ളൂ. പക്ഷേ അറ്റ്ലീസ്റ്റ് ഓൾ വീൽ ഡ്രൈവ് ഉണ്ട്. ആകെ പഴയ സെഗ്മെൻറ്റിൽ ഗ്രാൻഡ് വിറ്റാരിലും ഹൈ റൈഡറിലും പിന്നെ വിക്ടോറിയസിലും മാത്രമാണ് നമുക്കിപ്പം ഈ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഹൈബ്രിഡ് ഉണ്ട്. അതും സ്ട്രോങ് ഹൈബ്രിഡ് തന്നെയാണ്. ടൊയോട്ടയുടെ 1.5 ലിറ്റർ TNGA സീരീസിന് അണ്ടറിൽ വരുന്ന സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ബാറ്ററി പാക്ക് ഇപ്പോൾ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ വിറ്റാര ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ പ്ലാനിൽ. ആൻഡ് അതിൻ്റെ കമ്പൈൻഡ് ഔട്ട്പുട്ടും ട്രാൻസ്മിഷനാണ് ECVT ട്രാൻസ്മിഷനാണ് ഉപയോഗിക്കുന്നത്. 115 bhp ആണ് അതിൻ്റെ അകത്ത് വരുന്ന പവർ ഔട്ട്പുട്ട്. 142 Nm അടുത്തുള്ള കമ്പൈൻഡ് ടോർക്കുണ്ട്. അത്രേ ഉള്ളൂ സംഭവം. അതായത് എഞ്ചിൻ ഓപ്ഷൻസിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.
സോ ഗൈസ്, ഇത്രയൊക്കെയാണ് വിക്ടോറിയസിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പം നമുക്ക് ഗ്രാൻഡ് വിറ്റാരിൽ എന്തൊക്കെയാണ് അഡീഷണൽ പോയിന്റ്സ് എന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പ്ലസ് പോയിന്റ്സ് ആയിട്ട് പറയാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. കാരണം ഈ വണ്ടിയുടെ ഒരു ഫേസ് ലിഫ്റ്റിനെ ഇറക്കാതെ അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേ വണ്ടി ഏത് രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ബെറ്ററാണ്. പിന്നെ ആകെപ്പാടെ പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ വണ്ടി നെക്സ ഡീലർഷിപ്പ് വഴി വരുന്നു എന്നുള്ളത് മാത്രമാണ്. നേരത്തെ അവൈലബിലിറ്റി, ആക്സസിബിലിറ്റി അതിൻ്റെയൊക്കെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അരീന വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് എന്നുള്ളത്. പക്ഷേ അരീനയിൽ അവർ ചെറിയ വണ്ടികൾ മുതൽ വലിയ വണ്ടികൾ വരെ എല്ലാം വെക്കുന്നതാണ്. അതായത് നമ്മുടെ ഓൾട്ടോ കേട്ടൻ, എസ്പ്രസോ, പിന്നെ വാഗണാർ, അങ്ങനത്തെ വണ്ടികളൊക്കെ തൊട്ട് മുകളിലേക്കുള്ള കസ്റ്റമേഴ്സാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു ഇത്തിരി ബേസിക് ആയിട്ടുള്ള സർവീസ്, അല്ലെങ്കിൽ ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റ് ഇത്തിരി ബേസിക് ആയിരിക്കും. നെക്സയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ അവരുടെ ഡീലർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഷോറൂമിലേക്ക് കയറി ചെല്ലുമ്പോഴോ പിന്നെ സർവീസ് എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടും എന്ന് പറയാം. അതുമാത്രമേ ഉള്ളൂ ഈ വണ്ടി ഇപ്പോൾ എടുക്കുമ്പോഴുള്ളൊരു ഗുണം, അല്ലാതെ വേറെ വലിയ ഗുണമൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പം വിക്ടോറിയസ് ഇറക്കിയ സ്ഥിതിക്ക് ഈ വണ്ടിക്ക് ഒരു ഫേസ് ലിഫ്റ്റ് അധികം വൈകാതെ തന്നെ ഇറക്കേ പറ്റുള്ളൂ. അല്ലാതെ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ട് നെക്സ ഡീലർഷിപ്പിൽ ഇരിക്കുന്ന വണ്ടി ഫീച്ചേഴ്സൊക്കെ കുറച്ച് ഇത്തിരി കൂടെ ബേസിക് ആയിട്ട് വിൽക്കുന്നത് ശരിയാവില്ലല്ലോ. അതും ബാക്കിയെല്ലാം സെയിം ആയിട്ട്, പവർട്രെയിനെല്ലാം സെയിം ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഗ്രാൻഡ് വിറ്റാര ഇപ്പോൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിക്ടോറിയസിലേക്ക് പോകുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെ പിന്നെ ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നവരെ, ഗ്രാൻഡ് വിറ്റാരയുടെ ഫേസ് ലിഫ്റ്റ് വരുന്നവരെ വല്ലതും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനിപ്പോൾ എപ്പോൾ വരുമെന്നൊന്നും അറിയില്ല. കാരണം ടെസ്റ്റിംഗ് ഒന്നും എന്തായാലും ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വരുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഒരു അപ്ഡേറ്റ് ആയിരുന്നു അതിപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ മുന്നെയാണ് വന്നത്. 2025 മോഡൽ ഗ്രാൻഡ് വിറ്റാര ഇറങ്ങിയത്. സോ എന്തായാലും ഇനിയിപ്പോൾ നമ്മളത് കണ്ടറിയേണ്ടി വരും എന്താ സംഭവിക്കുക എന്നുള്ളത്. എനിവേ, ഈ രണ്ട് വണ്ടികൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയുക. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.